السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ റമദാനിൻ്റെ പവിത്രമായ അവസാനത്തെ പത്തിൽ നമ്മെ ജീവിപ്പിക്കുകയും വ്രതശുദ്ധിയിലാക്കുകയും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഈ പരിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടാനും തൗഫീക്ക് നൽകി അള്ളാഹു തആല നാളെ പരലോകത്ത് അവൻ്റെ സ്വർഗത്തിൽ നമുക്കതിന് പകരമായി ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുന്നോറുകൾ അള്ളാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്ത് വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മഹലിൻ്റെ ചുറ്റുഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മുന്നോറുകൾ നാളെ സ്വർഗീയ ലോകത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സന്തോഷിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് സംസാരിക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിലൂടെ സൃഷ്ടാവിലേക്ക് എന്ന ഒരു വിഷയമാണ്. അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്ന മാർഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമ്മളിവിടെ വിനിയോഗിക്കുന്നത്. അള്ളാഹുവിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളുടെ കലവറയായി പ്രപഞ്ച ലോകത്തിലെ കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉത്തമവും ഉദാത്തമവും സവിശേഷവുമായ ഒരു വിഭാഗം സൃഷ്ടികളാണ് മനുഷ്യ വിഭാഗം. മനുഷ്യേതര ജീവികൾക്ക് ഇല്ലാത്തതും നൽകാത്തതുമായ ഒട്ടനവധി കഴിവുകളും മഹിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. മനുഷ്യേതര ജീവികൾക്കില്ലാത്തതും നൽകാത്തതുമായ ഒട്ടനവധി കഴിവുകളും മഹിമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് നൽകിയത് അതിൻ്റെ പിന്നിൽ ഒരു പരമമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്, ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്, ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യനോട് ജീവിക്കാനുള്ളത്. അല്ലാതെ മറ്റ് ജന്തുജാലങ്ങളെ പോലെയോ സൃഷ്ടിജാലങ്ങളെ പോലെയോ നശ്വരമായ നൈമിഷികമായ ക്ഷണികമായ ഭൗതികമായ ദുനിയാവിൽ മനുഷ്യൻ കുത്തഴിഞ്ഞ് ജീവിക്കാനുള്ളതല്ല. ഏകനായ സൃഷ്ടാവായ സർവേശ്വരനായ സർവാധിപതിയായ സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ച് ആരാധിക്കുക എന്ന വലിയൊരു ദൗത്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരായി ഈ പ്രപഞ്ച ലോകത്തിലേക്ക് നിയുക്തരായവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യരാകുന്ന നമ്മളെല്ലാവരും. ഇവിടെ നമ്മളെല്ലാവരും വിട പറഞ്ഞു പോകേണ്ടുന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന്റെ സമുദായത്തിന്റെ ആയുസ്സിനെ കുറിച്ച് പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി മാ ബൈന സിദ്ദീന വ സബഈന എന്നാണ്. അതായത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ഇവിടെയുള്ള മനുഷ്യരുടെ സാധാരണ ആയുസ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ 60-ലേക്ക് അടുക്കുന്നവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 70 കഴിഞ്ഞവരുണ്ട്. ഇന്നലകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതം വർഷങ്ങൾ എത്ര കഴിഞ്ഞു പോയെങ്കിലും വളരെ തുച്ഛമായ കാലഘട്ടം, അല്ലെങ്കിൽ ഒരു ദിവസം പോലും നമ്മളിവിടെ ജീവിച്ചിട്ടില്ല എന്നൊരു പ്രതീതിയാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത്. ഇനി വരാനുള്ള ജീവിതം വളരെ തുച്ഛമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വിട പറഞ്ഞു പോകേണ്ടുന്നവരാണ്. വിട പറഞ്ഞു പോയാൽ നമുക്ക് പിന്നെ പരലോകമെന്നൊരു ജീവിതമുണ്ട്. അവിടെ സ്വർഗവും നരകവും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഏത് വേണമെന്ന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഏത് വേണം, ഇഷ്ടപ്പെട്ട നിനക്ക് തിരഞ്ഞെടുക്കാം. അവിടെ പരലോക ജീവിതത്തിൽ സന്തോഷകരമായ, ആനന്ദകരമായ, ആഹ്ലാദപൂർണമായ ഒരു ജീവിതം ഒരു മനുഷ്യന് വേണമെങ്കിൽ അതിന് കുറച്ച് നിബന്ധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. സൃഷ്ടാവായ അല്ലാഹു തആല ഈ ലോകത്തെ മുഴുവനും പരിപാലിക്കുന്ന, സൃഷ്ടിക്കുന്ന അല്ലാഹു തആല വെച്ചിരിക്കുന്ന ഒരു നിബന്ധന,
വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫിഹാ ഖാലിദൂൻ. ശാശ്വതമായ സ്വർഗ്ഗത്തിൽ നിങ്ങൾ കഴിയണമെങ്കിൽ, സുന്ദരമായ മനോഹരമായ സ്വർഗ്ഗത്തിന്റെ സുഖങ്ങളിൽ വിരാജിക്കണമെങ്കിൽ അല്ലാഹു തആല രണ്ട് നിബന്ധനകളാണ് ഈ ആയത്തിലൂടെ നമ്മോട് വെച്ചത്. വല്ലദീന ആമനു, ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. അത് കഴിഞ്ഞ് അല്ലാഹു തആല പറഞ്ഞു അമിലു സ്വാലിഹ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യണം. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മാത്രം, നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. അങ്ങനെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്കിവിടെ കാണാൻ കഴിയും. എല്ലാ മതസ്ഥരിലും, ക്രൈസ്തവ, ഹൈന്ദവ, ബുദ്ധ, ജൂത, അങ്ങനെ എല്ലാ മതങ്ങളിലും നന്മകൾ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ശാശ്വതമായ ഒരു മനുഷ്യന് സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ ആദ്യമായി അല്ലാഹു തആല പറഞ്ഞു, നിന്റെ കർമ്മങ്ങളെക്കാൾ അപ്പുറം ആദ്യം നന്നാവേണ്ടത് നിന്റെ വിശ്വാസമാണ്. വല്ലദീന ആമനു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയില്ല, എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇന്ന് യുക്തിവാദികൾ സോഷ്യൽ മീഡിയ നിറഞ്ഞാടുകയാണ്. അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നവൻ, എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ ചോദ്യം നമ്മൾ മുന്നിലിടുമ്പോൾ അതിൻ്റെ മുമ്പിൽ നമ്മൾ പതറുകയാണ്. ഒരു മറുപടി പറയാൻ കഴിയാതെ അത് ശരിയാണല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെയാണല്ലോ എന്നൊരു സംശയങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന യുക്തിവാദികളുടെ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ, നമ്മൾ വിശ്വസിക്കുന്ന വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് നിങ്ങൾ ചിന്തിച്ച് അവനെ കണ്ടെത്താനാണ്. അള്ളാഹു നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ഈ പ്രപഞ്ചത്തിൽ സാധ്യമല്ല. കണ്ണുകൊണ്ട് കണ്ട ഒരാളെ ഈ ലോകത്തിലുള്ള ആരാണ്? ഒരാളെ അള്ളാഹിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകാന ഖാബ ഖൗസൈനി ഔ അദീന എന്ന ഖുർആൻ പറഞ്ഞു. ആ പ്രവാചകന്റെ അടുക്കലേക്ക് അടുത്തു. 7 ആകാശങ്ങൾ താണ്ടിക്കിടന്ന ജബറൂത്തിയായ ലോകമുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്തുള്ള പ്രകാശവാളികളുടെ നിർമ്മിതമായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതിനെ ഖുർആൻ പറഞ്ഞത് അമ്പും വില്ലും അടുക്കുന്നത് പോലെ എന്റെ പ്രവാചകനിലേക്ക് അടുത്തു. ഔ അതിന, അല്ല അതിനേക്കാളും എന്റെ ഹബീബ് എന്റെ അടുക്കലേക്ക് അടുത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവൻ നമുക്ക് നാളെ പരലോകത്തെ അള്ളാഹുവിനെ കാണാൻ കഴിയും. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ കണ്ടും മനസ്സിലാക്കിയും അള്ളാഹുവിനെ നമ്മൾ ഉള്ളുകൊണ്ട് ബുദ്ധി കൊണ്ട് കണ്ടെത്തണം. ഖുർആൻ പരിശോധിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ടി 49 സ്ഥലങ്ങൾ അള്ളാഹുവിനെ പറയുന്നുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നില്ലയോ? ആഴത്തിൽ ചിന്തിക്കാൻ അല്ലാഹു തആല 18 പ്രാവശ്യം ഖുർആനിൽ പറയുന്നുണ്ട്. വെറും ചിന്ത പോരാ, സാധാരണ ചിന്ത പോരാ, ആഴങ്ങളിലേക്ക് ഇറങ്ങി നിങ്ങൾ ചിന്തിക്കണം. പാഠം ഉൾക്കൊള്ളാൻ അല്ലാഹു തആല 50 പ്രാവശ്യം ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുവീൻ, നീ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങൾ കണ്ട് പാഠം പഠിക്കുവീൻ. അങ്ങനെ നിങ്ങൾ പാഠം പഠിച്ച് നിങ്ങൾ അത്ഭുതങ്ങൾ കണ്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങി ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് നിങ്ങളുടെ സിദ്ധാവായ അല്ലാഹുവിനെ നിങ്ങൾ കണ്ടെത്തുവീൻ. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെ അല്ലാഹുവിനെ കാണാൻ പറ്റൂ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, നിങ്ങൾ ആകാശവും ഭൂമിയും നിങ്ങൾ നോക്കുവീൻ, ആകാശത്തും ഭൂമിയിലും ഉണ്ട് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളുണ്ട്. അല്ലാഹുവിനെ കണ്ടെത്താം. വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, രാവും പകലും ഇങ്ങനെ മാറി മറിയുമ്പോൾ അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടെത്താം. ലആയാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് അതിനകത്ത് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ആകാശ ഭൂമിയും അല്ലാഹു തആല പറഞ്ഞു നോക്കുവീൻ, രാപകലുകൾ മാറി മറിയുന്നത് നോക്കുവീൻ. ഇതാരാണ് ഈ ആകാശത്തെ പടച്ചത്? ആരാണ് ഭൂമിയെ പടച്ചത്? ആരാണ് രാവിനെ മാറ്റി പകൽ കൊണ്ടുവരുന്നത്? ആരാണ് പകൽ മാറി വീണ്ടും രാവ് കൊണ്ടുവരുന്നത്? ഈ കൃത്യമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ സംവിധാനങ്ങളെല്ലാം ആരാണ് കൊണ്ടുവരുന്നത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇതെല്ലാം ഒരു പ്രകൃതിയുടെ വികൃതമാണോ? ഇത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കരവിരുതാണോ? ഇതല്ലേ ഇത് ഏതെങ്കിലും ഒരു സംഘം കൂടി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവാണോ? ഇതെല്ലാം അല്ലാഹുവിന്റെ അത്ഭുതമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഖുർആൻ പറയുന്നു, ഒരു ഉദാഹരണം, ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുവീൻ. അഫലം യൻദുറു ഇല സമായി ഫൗഖകും അഫലം യൻദുറു ഇല സമായി ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാ ലഹാ മിൻ ഫുറൂജ്. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ? നമ്മൾ പുറത്തെ ഇറങ്ങി വെയിലാണ് എന്ന് പറഞ്ഞ ആകാശത്തേക്ക് നമ്മൾ സാധാരണ നോക്കാറില്ല. പക്ഷെ അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ കാണാൻ നമ്മൾ പകലോ രാത്രികളോ നിശബ്ദമായ അന്തരീക്ഷത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാനത്തേക്ക് നമ്മൾ നോക്കണം എന്ന് പറയുന്ന അഫലം യൻദുറു ഇല സമായി ഫൗഖഹും, നിങ്ങളെ മുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ?
കൈഫ ബനൈനഹാ വസയ്യനാഹാ, ഞാൻ എങ്ങനെയാണ് ഈ ആകാശത്തെ പടച്ചിരിക്കുന്നത് എന്ന്. വസയ്യനാഹാ, നക്ഷത്രങ്ങളെ കൊണ്ട് ഗോളങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെയാണ് ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്നതെന്ന്. വമാ ലഹാ മിൻ ഫുറൂജ്, യാതൊരുവിധ ന്യൂനതകളുമില്ലാതെ, ഒരു വിടവുകളുമില്ലാതെ, ഒരു യാതൊരുവിധ മോശവുമില്ലാതെ, യാതൊരു പഴുതുമില്ലാതെ സുന്ദരമായി ആകാശത്തെ പടച്ചത്, അതിനെ സൗന്ദര്യപ്പെടുത്തിയത് ആരാണ് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല നമ്മോട് ചോദിക്കാൻ. അപ്പോൾ ഈ ഒരു ആയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആകാശത്തെ കുറിച്ച് പഠിക്കണം. എന്തൊരു അത്ഭുതമാണ് ഈ ആകാശം. കോടിക്കണക്കിന് ഗാലക്സികളുണ്ട് ഈ പ്രപഞ്ചത്തിൽ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മളെ നക്ഷത്രം എന്നറിയപ്പെടുന്ന, ഗാലക്സി എന്നറിയപ്പെടുന്ന മിൽക്കി വേ ക്ഷീരപഥം. ഈ ക്ഷീരപഥത്തിൽ തന്നെ നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 10,000 മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങൾ അതിനകത്ത് ഈ ക്ഷീരപഥത്തിൽ ഓരോ നക്ഷത്രത്തിലുണ്ടെന്നാണ്. ഒരു 4,000 കോടി ഗാലക്സിയിൽ ഒരു ഗാലക്സിയാകുന്ന ഒരു ഗാലക്സിയിൽ തന്നെ 10,000 മുതൽ 40,000 വരെ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര അങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, ഇത്രയും കോടിക്കണക്കിന് നക്ഷത്രം ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് ഗാലക്സികളുടെ ഒരു കൂട്ടം ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ കടൽ തീരത്ത് കിടക്കുന്ന മണൽത്തരികളെക്കാൾ കൂടുതലാണ് അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഭീകരമായ നക്ഷത്രങ്ങൾ! 15 കോടി കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യൻ, 15 കോടി ഡിഗ്രി സെൽഷ്യസ് തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ആ ചൂടിന്റെ ഒരു മൊട്ട് സൂര്യയുടെ വലുപ്പത്തിനെങ്ങാനും ഈ ഭൂമിയിൽ വീണുപോയാൽ 100 കിലോമീറ്റർ ചുറ്റളവിൽ മുഴുവൻ സ്ഥലവും കരിഞ്ഞു പോകുമെന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ ഭീകരമായ സൂര്യന്റെ ഉള്ളിലേക്ക് 13 ലക്ഷം ഭൂമി എടുത്തു വെച്ചാൽ നല്ല മനോഹരമായി അടുക്കി വെക്കാൻ കഴിയും. അത്രയ്ക്കും ഭീകരമാണ് സൂര്യൻ. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി 13 ലക്ഷം ഭൂമി എടുത്തുകൊണ്ട് സൂര്യനിലേക്ക് വെച്ചാൽ നല്ല മനോഹരമായി അടുക്കി വെക്കാൻ കഴിയും. അത്രയ്ക്കും വിശാലമാണ് സൂര്യൻ. എന്നാൽ ഈ സൂര്യൻ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലുതായി തോന്നുന്നത്. ഈ സൂര്യനേക്കാൾ എത്രയോ ഭീകരമായ നക്ഷത്രങ്ങളുണ്ട്. എത്രയോ ഭീകരമായ നക്ഷത്രങ്ങൾ. യുഐ സ്കൂട്ടി എന്ന് പറയുന്ന നക്ഷത്രമുണ്ട്. കോടിക്കണക്കിന് ഈ സൂര്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പര്യാപ്തമായ ഭീകരമായ നക്ഷത്രങ്ങൾ. യുഐ സ്കൂട്ടി എന്ന് പറയുന്ന നക്ഷത്രം കോടിക്കണക്കിന് സൂര്യനെ അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അവർ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ 8 ഗ്രഹങ്ങളുണ്ട്. ഓരോ ബുധനും ഭൂമിയും ചൊവ്വയും ശുക്രനും അടങ്ങുന്ന 8 ഗ്രഹങ്ങൾ. ഇത് സൗരയൂഥത്തിലുള്ള 8 ഗ്രഹങ്ങളാണെങ്കിൽ ഈ സൗരയൂഥത്തിന് പുറത്ത് ആയിരക്കണക്കിന് ഗ്രഹങ്ങളുണ്ട്. ആയിരക്കണക്കിന് ഗ്രഹങ്ങൾ ഈ സൗരയൂഥത്തിന് പുറത്തുണ്ട്. അതായത് ഈ ഗ്രഹങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ ശാസ്ത്രം പറയുന്നത് 1 ട്രില്യൺ ഗ്രഹങ്ങൾ ഈ ലോകത്തുണ്ട് എന്നാണ്. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1/24 പൂജ്യം. 1/24 പൂജ്യം ട്രില്യൺ വരുന്നത്. അപ്പോൾ കോടികളെക്കാൾ അപ്പുറം ട്രില്യൺ കണക്കിന് ഗ്രഹങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇന്ന് കണ്ടുപിടിക്കാനല്ല, നാളെ കണ്ടുപിടിക്കുന്നത്. ഇത് സ്ഥിരമായി നിൽക്കുന്ന ഒരു എണ്ണമല്ല. ഇന്നത്തെ നാളെ മാറുകയാണ്. നാളെ അടുത്ത കണ്ടുപിടിക്കാൻ സൗരയൂഥത്തിൽ 8 ഗ്രഹം എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അത് 9 ആവുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഓരോ നക്ഷത്രങ്ങൾ, ഓരോ ഗ്രഹങ്ങൾ, ഓരോ ഉൽക്കാപിണ്ഡങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. എന്താണ് എൻ്റെ പ്രിയമുള്ളവരെ, ഇതെല്ലാം ഓരോന്ന് വന്നുകൊണ്ടിരിക്കുന്ന 20-ാം നൂറ്റാണ്ടിലാണ് പ്രപഞ്ചം വികസിക്കുന്നു എന്ന് എഡ്വിൻ ഹബ്ബിൻ നമുക്ക് ശാസ്ത്രീയ ലോകത്തിനെ പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്താണ്? പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഞാൻ ആകാശത്തെ ബലമായി, ആകാശത്തെ ഞാൻ നമ്മുടെ അതിശക്തമായ നിലയിൽ ആകാശത്തെ നിർമ്മിച്ചിരിക്കുന്നു. ആ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശാസ്ത്രം 20-ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞതെങ്കിൽ സ്കൂളിന്റെ തിണ്ണ പോലും കണ്ടിട്ടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം സ്കൂളിൽ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന, കാട്ടറബികളുടെ കാലം എന്ന് പറയുന്ന ഡാർക്ക് ഏജ് എന്ന ചരിത്രകാരന്മാർ എഴുതിയിരുന്ന ഇതുപോലെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ അത്യാധുനിക സൗകര്യങ്ങളോ സജ്ജീകരണങ്ങളോ ഉണ്ടാകാതിരുന്ന കാലഘട്ടത്തിലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിലേക്ക് വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്ദേശം ജിബ്രീൽ മുഖാന്തരം ഇറക്കി കൊടുത്തത്. ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന ഈ ആകാശം, അതിൽ മിന്നിത്തിളങ്ങുന്ന 9 കോടി നക്ഷത്രങ്ങൾ, സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും ഉൽക്കകളും ഉൽക്കാപിണ്ഡങ്ങളും എല്ലാം അതിൻ്റെതാകുന്ന കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നൊന്നിനോട് തട്ടാതെ മുട്ടാതെ കൂട്ടിയിടിക്കാതെ എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ. ഖുർആൻ പറഞ്ഞു, വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. എത്ര വലിയ ദൃഷ്ടാന്തമാണ്! എല്ലാം അതിന്റെ റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒന്നൊന്നിനോട് തട്ടുന്നില്ല. നമ്മുടെ വിശാലമായ റോഡിൽ എത്ര ആക്സിഡന്റ് നമ്മൾ കാണുന്നു. ലോറി ബസ്സുമായി
ബസ്സുമായി ബസ്, കാറുമായി കാറ്, ബൈക്കുമായി ജീപ്പ്, സ്കൂട്ടറുമായി അങ്ങനെ ദിനേന കൂട്ടിയിടിച്ചുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ഇതിനെയൊന്ന് നിയന്ത്രിക്കാൻ ഇന്റർനെറ്റിന്റെയും കമ്പ്യൂട്ടറിന്റെയും ടെക്നോളജിയുടെ യുഗങ്ങളെ താണ്ടിക്കടന്നുപോയ മനുഷ്യ സമൂഹത്തിന് സാധിക്കുന്നില്ല എങ്കിൽ 14 നൂറ്റാണ്ടുകൾക്ക് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തന്നത് എല്ലാം അതിൻ്റെതാകുന്ന റൂട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഈ അത്ഭുതങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? ബിഗ് ബാങ് തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഒന്നായിരുന്നു ഈ പ്രപഞ്ചം, എല്ലാം ഒന്നായിരുന്നു. അതൊരു സ്ഫോടനത്തിലൂടെ തകർന്നാണ് ഭൂമിയും സൂര്യനും ചന്ദ്രനും അങ്ങനെ ഓരോ ഗ്രഹങ്ങളൊക്കെ മാറിപ്പോയത് എന്ന് ശാസ്ത്രം പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെയാണ് ഇങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്താനുള്ളത്. പടച്ചവനെ, ഇതൊന്നും ഖുർആൻ ഒരു കളിയല്ല, ഒരു മനുഷ്യ നിർമ്മിതമല്ല. ആരില്ല ഖുർആനെതിരെ വെല്ലുവിളിച്ചാൽ ഒരു ആയത്ത് പോലും കൊണ്ടുവരാൻ ലോകത്തൊരു മനുഷ്യർക്കും സാധ്യമല്ലാതിരിക്കെ അള്ളാഹുവിന്റെ ഖുർആൻ ഇത് ഭൗതികമല്ല, ഇത് അഭൗതികമാണ്, ഇത് അള്ളാഹുവിന്റെ സന്ദേശമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നതാണ് ഈ ബിഗ് ബാങ് തിയറി സിദ്ധാന്തങ്ങളെല്ലാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖ, ആകാശം ഭൂമിയും എല്ലാം ഒന്നായിരുന്നു. ഖുർആൻ പറയാൻ എല്ലാം ഒന്നായിരുന്നു, എല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു. റത്ഖന്റെ രണ്ടും ചേർന്നതായിരുന്നു. പിന്നെ പിന്നെ ഞാൻ അതിനെ വേർപെടുത്തി. ഖുർആൻ പറയാൻ പിന്നെയാണ് ഞാനിത് ഒട്ടിച്ചേർന്നിരുന്ന ഈ പ്രപഞ്ചത്തിന് ഞാൻ വേർപെടുത്തി എന്ന് പറയുമ്പോൾ ഇതല്ലേ ബിഗ് ബാങ് തിയറി? മഹാസ്ഫോടനത്തിലൂടെ പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്നത് ഇതല്ലേ ഖുർആൻ പറഞ്ഞത്? അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് ഭൗതിക ശാസ്ത്രം പറയുമ്പോൾ, ഇന്നത്തെ ബുദ്ധി ചിന്തകന്മാര് ശാസ്ത്രജ്ഞന്മാര് പറയുമ്പോഴാണ് നമ്മൾ ഇതിലെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കും. പക്ഷേ ഖുർആൻ പറയുമ്പോൾ ഇതൊരു കാട്ടറബിയുടെ നാട്ടിലിറങ്ങിയ ഇതൊരു മനുഷ്യന്റെ ജൽപ്പനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞു തള്ളുകയാണ്. എങ്ങനെയാണോ പ്രപഞ്ചം ഉണ്ടായത്? ശാസ്ത്രം പറയുന്നു ഇതൊരു ബിഗ് ബാങ് തിയറിയിലൂടെ ഉണ്ടായതെങ്കിൽ ഈ ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ് ക്രഞ്ചിലൂടെ ഈ പ്രപഞ്ചം നശിക്കും എന്നാണ് പറയുന്നത്. പ്രപഞ്ചം നശിക്കും. കോടിക്കണക്കിന് ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ പ്രപഞ്ചം നശിക്കാൻ തുടങ്ങുന്ന പറയുന്നത്. ശാസ്ത്രം പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം വർഷങ്ങൾ കഴിയുമ്പോൾ, കോടിക്കണക്കിന് വർഷങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും. എല്ലാം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ കൊണ്ട് അവസാനിക്കും. അതാണ് ബിഗ് ബാങ് ക്രഞ്ച് എന്ന് പറയുന്നത്. എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ കൊണ്ട് അവസാനിക്കും എന്റെ പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ ബിഗ് റിപ്പ് എന്ന് പറയുന്നൊരു ഒരു സിദ്ധാന്തമുണ്ട്. ബിഗ് റിപ്പ് എന്ന് പറഞ്ഞാല് ഈ സിദ്ധാന്തം പറയുന്ന ആദ്യം ഗാലക്സികൾ അകലുന്നു എന്നാണ്. ഭൗതിക ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരികൻ ഗാലക്സികളെല്ലാം അകന്നു പോകും, സൗരയൂഥം തകർന്നു പോകും, നക്ഷത്രങ്ങൾ അതെല്ലാം പൊട്ടിപ്പിളർന്നു പോകും, അതൊന്നും നിയന്ത്രിക്കാൻ കഴിയാതെ ചിതറിപ്പോകും. നക്ഷത്രങ്ങളും അതുപോലെ ഗ്രഹങ്ങളും വലിഞ്ഞു കീറിപ്പോകും, അണുക്കൾ പോലും നശിച്ചു പോകും. നക്ഷത്രങ്ങൾ മുതൽ ആറ്റം വരെ കോടിക്കണക്കിന് വർഷം കഴിയുമ്പോൾ അത് നശിച്ചു പോകും. ഈ വികസിച്ചത് പിന്നെ ചുരുങ്ങി എല്ലാം നിയന്ത്രണം വിട്ട് നശിച്ചു പോകുമെന്ന് ശാസ്ത്രം ബിഗ് റിപ്പ് പറയുമ്പോൾ, ആ സിദ്ധാന്തം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു ഈ ബിഗ് റിപ്പിനോട് സാദൃശ്യമായ വാക്കുകളല്ലേ അതല്ലേ ഖുർആൻ പറഞ്ഞത്? ആ ഖുർആൻ എന്തുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ് എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ ഞാൻ തുടങ്ങിയത് അതുപോലെ ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ അതിനെ എങ്ങനെയാണ് ചുരുങ്ങുന്നത് എന്ന് ഭാഷ പറഞ്ഞത് എന്നാണ്. ഏടുകൾ ചുരുട്ടപ്പെടുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ ഞാൻ ചുരുട്ടിയെടുക്കും. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ആകാശങ്ങൾ പൊട്ടിപ്പിളരും. ആകാശം എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം, ആ സൂര്യൻ പുലരും, ആകാശത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും. നക്ഷത്രങ്ങൾ അടർന്നു വീഴും, അതെല്ലാം നിയന്ത്രണം വിട്ട് നഷ്ടപ്പെട്ടു പോകും. ആകാശം പൊട്ടിപ്പിളരും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയും. ഇതല്ലേ ബിഗ് റിപ്പ് പറയുന്ന സിദ്ധാന്തവും ശാസ്ത്രം പറയുന്നതല്ലേ? ഇതല്ലേ ബിഗ് ബാങ് ക്രഞ്ച് പറയുന്നത്? എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ നിന്ന് അവസാനിക്കും. അതാണ് എന്റെ പ്രിയമുള്ളവരെ, ഈ പ്രപഞ്ചത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് ഈ ആകാശം, ഈ മനോഹരമായ ആകാശത്തെ അലങ്കരിച്ചിരിക്കുന്ന ഖുർആൻ പറയും. എങ്ങനെ നിങ്ങൾ നോക്കുന്നില്ലേ? ആകാശത്തെ ഞാൻ എങ്ങനെയാണ് പടച്ചത്, എങ്ങനെയാണ് ഞാനത് അലങ്കരിച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ സൃഷ്ടാവിനെ നിങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇനി ഭൂമിയിലേക്ക് വാ. അള്ളാഹു പറഞ്ഞു ഭൂമിയിലേക്ക് നോക്ക്, പ്രപഞ്ചത്തിന്റെ ഒരു ഭൂമിയിലേക്ക് വാ. എത്ര വളരെ സുന്ദരമായ ആയത്ത്. ഈ മനോഹരമായ ഭൂമി എങ്ങനെയാണ്? മനുഷ്യന് ജീവിക്കാൻ, കൃഷി ചെയ്യാൻ സൗകര്യമായ നിലയിൽ അള്ളാഹു തആല ഭൂമി അവന് പരത്തി തന്നു.
വജഅല ഫീഹാ റവാസിയ, ഈ പർവ്വതങ്ങളെ കൊണ്ട് ഭൂമിയെ ഞാൻ, ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ ഞാൻ ഉണ്ടാക്കി. വഅൻഹാറ, നദികളെയും ഞാൻ ഈ ഭൂമിയിൽ ഞാൻ നദികളെയും ഉണ്ടാക്കി. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. നമ്മൾ ഈ ഭൂമിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ ഈ ഭൂമിയിലെ പർവ്വതത്തിനെ അള്ളാഹു താല എന്തിനു വേണ്ടിയാണ് പർവ്വതത്തെ സൃഷ്ടിച്ചത്? ആ പർവ്വതത്തെ നമ്മൾ ആലോചിച്ച് നോക്ക്. നദികൾ അള്ളാഹു താല എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ആ നദികളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഈ ഭൂമിയും ഭൂമിയിലെ പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും ഇതിന്റെ പിന്നിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ജിയോളജി പറയുന്നത് ഭൂമിയുടെ പുറംപാളികൾ, ടെക്ടോണിക് പ്ലേറ്റ്, ഭൂമിയുടെ പുറംപാളികൾ ഇങ്ങനെ അനങ്ങുമ്പോൾ അത് ഭൂമിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അള്ളാഹു താല സ്ഥാപിച്ചിരിക്കുന്നതാണ് പർവ്വതങ്ങളെ. അള്ളാഹു താല ഈ ലോകത്ത് സ്ഥാപിച്ചിരിക്കുന്ന പർവ്വതങ്ങൾ കാണുമ്പോൾ വെറും അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഉപരിതലത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പർവ്വതങ്ങളാണ്, കുന്നുകളാണ് നമ്മൾ ധരിക്കരുത്. പണ്ടൊക്കെ നമ്മൾ ധരിച്ചു വച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത് കുറച്ച് പാറയുടെ, മണ്ണിന്റെ, അല്ലെങ്കിൽ കുറച്ച് കല്ലുകളുടെ കൂട്ടമാണ് പർവ്വതങ്ങളിൽ എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ ഈ നമ്മുടെ ഈ ഉപരിതലത്തിൽ എത്രയാണോ കാണുന്നത് അതിന്റെ 10-15 ഇരട്ടി ഈ പർവ്വതങ്ങൾ ഭൂമി അടിയിലേക്ക് റൂട്ട്സുകളായി, അതിന്റെ വേരുകളായി താണു കിടക്കുന്നു എന്ന് ശാസ്ത്രം പറയുകയാണ്. സർ ജോർജ് ഹേറിസ് സിദ്ധാന്തം നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിന് വേരുകളുണ്ട്, പർവ്വതത്തിന് വേരുകളുണ്ട് എന്നാണ്. അതായത് പർവ്വതം ഈ ഭൂമിയിൽ കാണുന്നതിന്റെ 10-15 ഇരട്ടി, അതായത് 100 മീറ്റർ ആണ് ഒരു പർവ്വതം നമ്മൾ ഉയരം കാണുന്നതെങ്കിൽ അത് 1000-1500 മീറ്റർ താഴോട്ട് താണു കിടക്കുകയാണ് എന്നാണ് ഖുർആൻ. വജഅല ഫീഹാ റവാസിയ, ഈ ഭൂമിയിൽ ഞാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയിലെ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. വൽ ജിബാല ഔതാദ എന്ന് അല്ലാഹു തആല പറഞ്ഞു. വൽ ജിബാല ഔതാദ, അതായത് ഭൂമിയിലെ ഈ പർവ്വതങ്ങളെ ഞാൻ ആണിക്കല്ലുകളാക്കി, ആപ്പുകളാക്കി. കണ്ടോ, നമ്മൾ ചിന്തിച്ചു നോക്കിയ പർവ്വതങ്ങളെ ഈ ഭൂമിയുടെ ആപ്പുകളാക്കി എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ ആപ്പടിക്കുന്ന എങ്ങോട്ടാ? ഒരു കുന്താലിക്ക് ആപ്പടിച്ചാൽ ഏറ്റവും കൂടുതൽ അകത്തോട്ടല്ലേ പോകണം, പുറത്തോട്ടാണോ? നമ്മളൊരു പാറ പൊട്ടിക്കാൻ ഒരു ആപ്പടിച്ചാൽ ഈ ആപ്പ് ഏറ്റവും കൂടുതൽ പുറത്താണ് നിൽക്കുന്നത്, അകത്താണ് നിൽക്കുന്നത്? എവിടെയാണ് നിൽക്കുന്നത്? പറയുന്നത് എവിടെയാണ്? അകത്തോട്ടല്ലേ. ഒരു തടി പൊട്ടിക്കാൻ വേണ്ടി ആപ്പടിച്ചാലും ആ ആപ്പ് അകത്തോട്ടല്ലേ കൂടുതൽ അടിക്കുന്നത്? ഇതാണ് ഖുർആൻ പറഞ്ഞത് വൽ ജിബാല ഔതാദ, ഈ പർവ്വതങ്ങളെ ഞാൻ ആപ്പുകളാക്കി, ആണിക്കല്ലുകളാക്കി എന്ന് പറയുമ്പോൾ ശാസ്ത്രം പറഞ്ഞു ഇതുപോലെ തന്നെയാണ് പർവ്വതത്തിന്റെ മുകളിൽ കാണുന്നതിനേക്കാൾ 10-15 ഇരട്ടി ഭൂമിയിലേക്ക് താഴ്ന്നു കിടക്കുന്നതിന്റെ വേരുകളായി താണു കിടക്കുകയാണ് എന്ന് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെയാണ് നമ്മൾ കൂട്ടി വായിക്കാനുള്ളത്. ഇത് ആരാണ് ഇതിനെയൊക്കെ പടച്ചത്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത വിശുദ്ധ ഖുർആൻ ഇതെല്ലാം ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ഇത് ശാസ്ത്രീയ ഗ്രന്ഥമല്ല ഖുർആൻ. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ശാസ്ത്രം പറയാനല്ല, മനുഷ്യന്റെ ചിന്തകളെ തട്ടിയുണർത്താൻ, മനുഷ്യൻ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് അയച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല സംഭവങ്ങളും യാഥാർത്ഥ്യ ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്, അല്ലാതെ ശാസ്ത്രം പറയാൻ വേണ്ടിയുള്ളതല്ല ഖുർആൻ. ഈ ഖുർആനിൽ മനുഷ്യന്റെ ബുദ്ധികളെ തട്ടിയുണർത്താൻ വേണ്ടി സത്താവായ അല്ലാഹു തആലയാണ് ഇവിടെ ലോകത്തെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്ന് മനുഷ്യൻ വിശ്വസിക്കാൻ വേണ്ടി ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, പരിപാലിക്കുന്നത്, സംരക്ഷിക്കുന്നത്, അതിന്റെ നിയന്ത്രാതാവ് അല്ലാഹു ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഖുർആനിലൂടെ മനുഷ്യന്റെ ബുദ്ധികളെ തട്ടിയുണർത്തിക്കൊണ്ട് ചില ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. വജഅല ഫീഹാ റവാസിയ, അവൻ ഈ ഭൂമിയിൽ, മനോഹരമായ ഭൂമിയിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു. വഅൻഹാറ, തൊട്ടുടനെ മാത്രം പറഞ്ഞു നദികളെയും പടച്ചു. എന്തിനു വേണ്ടി? ഈ പർവ്വതത്തെ പറഞ്ഞ ഉടനെ നദിയെ പറഞ്ഞു. വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പോരായിരുന്നോ? പർവ്വതത്തെ പറഞ്ഞ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നദിയെ പറഞ്ഞത് എന്താ? അധികം നദികളും ഒഴുകുന്നത് പർവ്വതത്തിന്റെ താഴ്ഭാഗങ്ങളിൽ നിന്നാണ്. അധിക നദികളും ഒഴുകുന്നത് പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് നിന്നാണ്. മഴ പെയ്യുമ്പോൾ മേഘങ്ങളെ പിടിച്ചു നിർത്തി മഴ പെയ്യിക്കുന്നത്, മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നത് പർവ്വതങ്ങളാണ്. ശാസ്ത്രം പഠിപ്പിച്ചു തരികയാണ്. തണുപ്പ് സമയങ്ങളിൽ മഞ്ഞുകളെ ശേഖരിച്ചു വെച്ച് വെയിലാകുമ്പോൾ ആ മഞ്ഞുകളെ ഉരുക്കി സമുദ്രത്തിൽ വെള്ളമാക്കി സമുദ്രങ്ങളിലൂടെ വിടുന്നത് പർവ്വതങ്ങളാണ്. പർവ്വതങ്ങളില്ലായിരുന്നുവെങ്കിൽ പല നദികളും വറ്റി വരണ്ടു പോകുമായിരുന്നു. അപ്പോൾ ഈ പർവ്വതവും നദിയും ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഖുർആൻ പറഞ്ഞത് വജഅല ഫീഹാ റവാസിയ, ഞാൻ പർവ്വതങ്ങളെ പടച്ചു, വഅൻഹാറ, നദികളെയും ഞാൻ പടച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ കടലിനെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു അത്ഭുതകരമായ സൃഷ്ടിപ്പാണ് അല്ലാഹു തആല. ഇതെല്ലാ നദികളും ചെന്നൊഴുകുന്ന കടൽ, ആ കടലിനെ കുറിച്ചും ഫീ ബഹരിൻ ലുജ്ജിൻ യഗ്ശാഉ മൗജുൻ മിൻ ഫൗഖിഹി മൗജുൻ മിൻ
ഫൗഖിഹി സഹാബുൻ ദുലുമാത്തുൻ ബഅദുഹാ ഫൗഖ ബഅദ് ഇദാ അഖറജ യദഹു ലം യഖദ് യറാഹാ. ആഴക്കടലിന്റെ ഇരുട്ടിനെ കുറിച്ച് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. ആഴക്കടലിന്റെ ഇരുട്ടതിന്റെ ലം യഖദ് യറാഹാ ഇദാ ഇത് അഖറജ യദഹു ലം യഖദ് യറാഹാ. നിന്റെ കൈ പോലും അതിന്റെ അടിയിൽ കൊണ്ടു ചെന്നാൽ 1000 മീറ്ററിന്റെ അടിയിലേക്ക് നിന്റെ കൈ ഇട്ടാൽ പോലും കൈ കാണാൻ കഴിയില്ലെന്ന് ശാസ്ത്രം പറയുമ്പോൾ അതേ ഖുർആൻ പറഞ്ഞത് ഇത് ഖറജ അല്ലാഹുവിന്റെ ഖുർആൻ ഇദാ അഖറജ യദഹു ലം യഖദ് യറാഹാ. നിന്റെ കൈ കൊണ്ടിട്ട കൈ പോലും കാണാൻ കഴിയാത്ത ഇരുട്ട്, തിരമാലകൾ, ഒന്നിനു മേലെ വേറെ തിരമാല, ഒന്നിനു മേലെ വേറെ തിരമാല, ഭീകരമായ ഇരുട്ട് കൊണ്ട് ഞാൻ നിർമ്മിക്കപ്പെട്ട സമുദ്രത്തെ കുറിച്ച് അല്ലാഹു തആല പറയുമ്പോൾ വിശദീകരിച്ചാൽ അങ്ങ് നീണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈ ഭൂമിയിൽ അല്ലാഹു തആല പടച്ചിരിക്കുന്ന ജീവജാലങ്ങൾ 94% ജീവികളും വസിക്കുന്നത് കടലിനകത്താണ്. 94% ജീവികളുടെയും വാസം കടലിന്റെ ഉള്ളിലാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എത്ര ജീവികൾ കാണുന്നു? മനുഷ്യരെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളും പക്ഷികളും പറവകളും പ്രാണികളും, അങ്ങനെ ഈ ജീവജാലങ്ങളെക്കാൾ എത്രയോ കോടിക്കണക്കിന് ജീവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പർവ്വതമുള്ളത് ഈ ഭൂമിയിലല്ല. 8848 മീറ്ററാണ് എവറസ്റ്റ് കൊടുമുടിക്ക് ഉയരമെങ്കിൽ ഈ എവറസ്റ്റ് കൊടുമുടി പറിച്ചെടുത്ത് പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രഞ്ചിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ 2 കിലോമീറ്റർ വീണ്ടും വെള്ളം മുകളിൽ കിടക്കുന്നതാണ്. ഈ എവറസ്റ്റ് കൊടുമുടി കൊണ്ടുവച്ചാൽ 9 കിലോമീറ്ററോളം ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി കൊണ്ടുവച്ചാൽ വീണ്ടും അവിടെ വെള്ളം മുങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ അത്രയും ഭീകരമായ ആഴമാണ് സമുദ്രത്തിൽ. എന്നാൽ ഇതിനേക്കാളും ഭീകരമായ പർവ്വതങ്ങൾ അല്ലാഹു തആല ഈ സമുദ്രത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. കടലിലാണ് ഏറ്റവും വലിയ പർവ്വതങ്ങളുള്ളത്. മൗനിക എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. ഏറ്റവും കൂടുതൽ ഉയരമുള്ള പർവ്വതം സമുദ്രത്തിലാണ്. 10210 മീറ്റർ, 10 കിലോമീറ്ററിനപ്പുറം ഉയരമുള്ള ഒരു പർവ്വതമാണ് മൗനിക. അത് സമുദ്രത്തിലാണ്. അതുപോലെ ഏറ്റവും വിസ്തൃതിയുള്ള പർവ്വതം അതും സമുദ്രത്തിലാണ്. തമൂം ആസിഫ് എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അതായത് ബ്രിട്ടൻ രാജ്യത്തിന്റെ അത്രയും വിസ്തൃതിയുള്ള 3 ലക്ഷം ചതുരശ്ര വിസ്തൃതി ഉള്ള ഒരു പർവ്വതം സമുദ്രത്തിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ശാസ്ത്രം കണ്ടുപിടിച്ചതന്നെ, കണ്ടുപിടിക്കാത്ത എന്തെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ഏറ്റവും നീളമുള്ള മല, 65,000 കിലോമീറ്റർ ആണ് മലയുടെ നീളം. അതും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന സമുദ്രത്തിലാണ്. സമുദ്രത്തിനെ കുറിച്ച് പറഞ്ഞാൽ വല്ലാത്തൊരു അത്ഭുതമാണ്. ദിനേന 300 ടൺ രാസപദാർത്ഥങ്ങൾ സമുദ്രത്തിലേക്ക് ഒഴുകിയിട്ട് സമുദ്രത്തിന് വല്ല നിറച്ചിലുണ്ടോ? സമുദ്രത്തിൽ വല്ല കുരുക്കമുണ്ടോ? എന്നൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് സമുദ്രത്തെ കുറിച്ച് പറഞ്ഞാൽ. എന്റെ പ്രിയമുള്ളവരെ, ഈ സമുദ്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സൃഷ്ടാവായ അല്ലാഹുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആരാണ് ഈ സമുദ്രത്തെ പടച്ചത്? നമ്മൾ സമുദ്രത്തിന്റെ അടുക്കലേക്ക് പോയി നിന്ന് സമുദ്രം കാണാൻ, കടൽ കാണാൻ മക്കളായിട്ട് പോയി നിൽക്കുമ്പോൾ തിരമാലകളെ കണ്ട് നമ്മൾ ആസ്വദിക്കുന്നു, ആനന്ദിക്കുന്നു എന്നതിനപ്പുറം പടച്ചോൻ ഈ തിരമാലകൾ ഇത് എങ്ങനെയാണ് റബ്ബേ, ഇത് ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതിന്റെ മുകളിൽ മാത്രമാണോ? അത് അടിയിലുണ്ടോ തിരമാല? ഇതിനകത്ത് എന്താ ആഴമുണ്ട്? എന്തൊക്കെ ജീവജാലങ്ങളുണ്ട്? ഇതിനാരാണ് സംവിധാനിപ്പിക്കുന്നത്? ആരാണ് പരിപാലിക്കുന്നത്? ആരാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചിന്തിക്കാനോ അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനോ ഒരു ദിവസം പോലും നമ്മൾ സമയം ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നാണ്. കടലിന്റെ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് പക്ഷികളെ കാണാം. ഒരേ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഖുർആൻ പറഞ്ഞ ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറന്നു പോണ കാണാം. പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, അലം യറൂ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വി സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ ഖുർആന്റെ ചോദ്യമാണ്. ഈ ചോദ്യം ആരോടാ ചോദിക്കുന്നത്? നമ്മളോടാണ്. ചിന്തിക്കുന്നില്ലേ എന്ന്. അവലം യറൂ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജവ്വി സമാ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ആകാശത്തൂടെ പറന്നു പോകുന്ന പക്ഷികളെ നിങ്ങൾ നോക്കുന്നില്ലയോ? ആരാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത്? കിലോമീറ്ററോളം നിൽക്കാതെ പറന്നു പോകുന്ന പക്ഷികളുണ്ട്. കിലോമീറ്ററോളം നിൽക്കാതെ ആയിരക്കണക്കിന്, 10,000 കിലോമീറ്റർ ഇങ്ങനെ പറന്നു പോകുന്ന പക്ഷിക്കൂട്ടങ്ങളുണ്ട്. ഇത് പറക്കുമ്പോഴും പക്ഷികൾ ഉറങ്ങുന്നുണ്ട്, ഉറങ്ങാതിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ പക്ഷികൾ ഉറങ്ങുമ്പോഴും താഴെ വീഴുന്നില്ല. 10,000 കിലോമീറ്റർ പറന്നു പോകും ഈ പക്ഷികൾ താഴെ വീഴാതെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ആരാണ് പിടിച്ചു നിർത്തുന്നത്? അല്ലാഹു ചോദിക്കാൻ, മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇതിനെ പിടിച്ചു നിർത്താൻ ആരുമില്ല. ഇതാണ് ഖുർആന്റെ ചോദ്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇതൊന്നും പ്രകൃതിയുടെ വികൃതമല്ല. ഇതെല്ലാം സൃഷ്ടാവായ അല്ലാഹ്, ഇതിന്റെ പിന്നൊരു സൃഷ്ടാവുണ്ട് എന്ന്, ഇതിന്റെ പിന്നൊരു ഏകനായ സൃഷ്ടാവുണ്ട് എന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ മനുഷ്യന്റെ ശരീരങ്ങളെ കുറിച്ച് നോക്കിയ നമ്മുടെ മനുഷ്യന്റെ ശരീരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൃഷ്ടാവിനെ കണ്ടെത്താം. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ കണ്ണാടിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് നമ്മൾ നോക്കണം, പടച്ചോനെ എന്താ നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം? നിങ്ങളെ സുന്ദരമായ രൂപത്തിലാണ് ഞാൻ സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. സുന്ദരമായ രൂപം, ഇത്ര നല്ല മനോഹരമായ രൂപം അല്ലാഹു തആല പ്രപഞ്ചത്തിൽ വേറെ ആർക്കാ കൊടുത്തത്? നമ്മളെ ആ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് തലകോതുമ്പോഴും
നമ്മളെ കണ്ണിന്റെ സൗന്ദര്യം നോക്കുമ്പോഴും നമ്മുടെ മുഖത്തിന്റെ ഭംഗി കാണുമ്പോഴെല്ലാം നമ്മൾ ആലോചിക്കണം, പടച്ചോനെ ഈ സൃഷ്ടിപ്പ് നീ പറഞ്ഞത് എത്ര നല്ല മനോഹരമായ സൃഷ്ടിപ്പാണ് അല്ലാഹുവേ. നമ്മുടെ ഈ മുടി വളരുന്നത് പോലെ, നമ്മുടെ താടി വളരുന്ന പോലെ നമ്മുടെ കയ്യിലോ കാലിലോ ഒന്നും രോമം വളരുന്നില്ല. അവിടെ അതൊക്കെ ഒരുപോലെയാണ് ഈ രോമങ്ങളെല്ലാം വളർന്നിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? നമുക്ക് ഈ പിരികം വളർന്നാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റും, കൻപോളയുടെ രോമങ്ങൾ വളർന്നാൽ കണ്ണ് കാണാൻ പറ്റും. എല്ലാം അല്ലാഹു ഓരോ സ്ഥലത്തെ രോമങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകത കൊടുത്തു. നമ്മൾ നഖം വെട്ടും, ആഴ്ചയോട് നഖങ്ങൾ വെട്ടും. ഈ നഖം വളരുന്നു, നഖം വെട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പല്ലതുപോലെ അല്ലാഹു തആല വളർത്തുന്നുണ്ടോ? ഈ നഖം വളർത്തുന്ന അല്ലാഹുവിനെ പല്ല് വളർത്തിക്കൂടെ? പല്ലൂടെ ഇങ്ങനെ വളരാൻ തുടങ്ങിയാൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഏതാണ് നമ്മുടെ കോലം? അതാണ് നമ്മൾ മനസ്സിലാക്കല. പടച്ചോനെ, എൻ്റെ ഈ പല്ല് വളരുന്ന, നഖം വളരുന്ന പോലെ പല്ല് വളരുന്നില്ല. ഈ മുടി വളരുന്ന പോലെ, എൻ്റെ തലയുടെ മുടി, ദാടി വളരുന്ന പോലെ എൻ്റെ ശരീരത്തിന് മറ്റ് രോമങ്ങളൊന്നും വളരുന്നില്ല. എൻ്റെ വയറും എൻ്റെ കൈയും കാലും എല്ലാം കനക്കുന്നത് പോലെ എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ ചെവിയൊന്നും കനക്കും. എല്ലാം അല്ലാഹു തആല സുന്ദരമായ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് കോടാനുകോടി ജനങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടാനുകോടി, ഇനി വരാനുള്ള കോടാനുകോടി, ഈ കോടാനുകോടി ജനങ്ങളുടെയും കണ്ണുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ അച്ചുകൾ വേറെയാണ്. എല്ലാവരുടെ കണ്ണ് വ്യത്യസ്തമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെയും കഴിഞ്ഞുപോയ കോടികളുടെയും ഇനി വരാനുള്ള കോടികളുടെയും ഫിംഗർ പ്രിന്റ് എടുത്താൽ, വിരൽത്തുമ്പൽ എടുത്താൽ അതിൻ്റെ വരകൾ വ്യത്യസ്തമാണ്. അങ്ങനെ അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന ഏത് കോടി ജനങ്ങളുടെയും വ്യത്യസ്തമായ കണ്ണുകളും അവൻ്റെ വിരലുകളും സൗന്ദര്യമായ ശരീരങ്ങളും അല്ലാഹു തആല സൃഷ്ടിച്ചുവെങ്കിൽ ഇതൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു നിർമ്മാതാവ് അല്ലാഹു അല്ല, നമുക്ക് ആരാണുള്ളത്? അങ്ങനെ നമ്മൾ ഈ പ്രപഞ്ചത്തിലൂടെ കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് പറയാം, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു ആണെന്ന് പറയാം. അങ്ങനെ സൃഷ്ടാവ് അല്ലാഹു ആണ് എന്ന് അർത്ഥ ശങ്കക്കിടയില്ലാതെ പറഞ്ഞിട്ട് മതി. തുമ്മസ്തഖാമു, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തും നിസ്കാരവും എല്ലാം അല്ലാഹുവിന് അതിന് ശേഷം മതി. അപ്പോഴാണ് നമുക്ക് നല്ല മരണവും പരലോകത്ത് വിജയിക്കാൻ സാധിക്കുന്നത്. തതനസ്സലു അലൈഹിമുൽ മലായിക, അപ്പോഴാണ് നമുക്ക് മലക്കുകൾ നമ്മുടെ അടുക്കിലേക്ക് മരണസമയത്ത് ഇറങ്ങി വന്നിട്ട്, അല്ലാ തഖാഫു വലാ തഹ്സനു, നീ വിഷമിക്കാതിരിക്കുക, ബുദ്ധിമുട്ടാതിരിക്കുക. നിന്റെ ഭാര്യയെ കൊണ്ട്, കുടുംബത്തെ കൊണ്ട് പ്രയാസം ഒരുപാട് അനുഭവിച്ചുവെങ്കിലും നീ വിഷമിക്കാതിരിക്കുക. അബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ, നിനക്കതാ സുന്ദരമായ സ്വർഗ്ഗമിരിക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ, മലക്കൾ നമ്മളെ ആനയിച്ച് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലേക്കുള്ള സന്തോഷ വാർത്ത നമുക്ക് അറിയിച്ചു തരണമെങ്കിൽ നമ്മൾ ആദ്യം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച് ആ ഹൃദയം കൊണ്ട്, നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോലെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച് നാവ് കൊണ്ട് പറഞ്ഞ് കർമ്മപദത്തിലൂടെ നമ്മൾ ആ ദീൻ കൊണ്ടുവന്നതിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.